ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കഥ സോ നമ്മളിപ്പോൾ ഇപ്പം എത്ര മണിയായി? ഒരു 7 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു എലക്ഷൻ ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി രാവിലെ പോയി വോട്ടൊക്കെ ചെയ്തു. കാരണം ബിക്കോസ് വി ആർ ഗോയിങ് ഓൺ എ ട്രിപ്പ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും സിസ്റ്ററും കൂടി മാത്രം പോകാനായിട്ടാണ് പ്ലാൻ ഇട്ടത്. ബട്ട് നമ്മൾ പോണ പ്ലേസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒബ്വിയസ്ലി വരാമെന്ന് പറഞ്ഞു. അത്ര വലിയ സെറ്റപ്പ് സ്ഥലം മീൻസ് ഭയങ്കര ഹൈ അങ്ങനെയുള്ള സ്ഥലമൊന്നുമല്ല, സാധാരണ എല്ലാവരും പോകുന്നൊരു സ്ഥലം. പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതാണ് നമ്മൾ അങ്ങോട്ട് പോവാമെന്ന് ഓർത്തത്. ജസ്റ്റ് ഒരു 3 days ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട്. ബട്ട് ഇപ്പോൾ അവരും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ കാറിനാണ് പോകുന്നത്, നമ്മുടെ കാറിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് 8:20 ട്രെയിൻ. ഇപ്പോൾ ഞങ്ങൾ ഓർത്തു അപ്പോൾ ഒരു 7-8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഞാനെല്ലാം പാക്ക് ചെയ്തു. എൻ്റെ അമ്മയുടെയും കൂടി ഒരു ബാഗിലാക്കി, ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൊച്ചിൻ്റെയൊക്കെ ഒരു ബാഗിലായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അത്രക്കൊന്നുമില്ല, ജസ്റ്റ് ഇതൊക്കെ ഉള്ളൂ. സ്കിൻ കെയർ സാധനങ്ങളൊക്കെയാണ്, സൺസ്ക്രീനും കമ്മൽ അതൊക്കെ. പിന്നെ അവിടെ എത്തി കരിഞ്ഞ് വാടാതിരിക്കാൻ ഒരു വലിയൊരു സൺ പ്രൊട്ടക്റ്റ് വാസ്ലിൻ്റെ ഒരു ബോഡി ലോഷൻ വിത്ത് അതുള്ളത് വാങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാൻ ഇത് വാങ്ങി. പിന്നെ ഉള്ളത് ദിസ് ബാഗ്. ഈ ഒരു ബാഗിലാണ് നമ്മുടെ ഐറ്റംസ്. ഞാൻ വിചാരിച്ച് ഇതൊക്കെ മതിയാവും, തികയും, എല്ലാവരുടെയും കൂടി ഈ ബാഗിൽ വെക്കാമെന്നൊക്കെ ഓർത്ത്. ബട്ട് തികയണില്ല. അതാണ് അയ്യാ, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ വഴിയെ കാണിക്കും. അപ്പോൾ അല്ലേ അതല്ല ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വർക്കല ക്ലിഫിലേക്ക് പോവുകയാണ്. കൃമി പിടിച്ചൊരു കൊച്ചുണ്ട്, അതിൻ്റെ അമ്മയുണ്ട്, അതിൻ്റെ അപ്പനുണ്ട്, ഫ്രീക്ക് അമ്മമ്മയുണ്ട്. ഇതാണ് അങ്ങനെ. നമ്മൾ കഴിച്ച ഊണിൽ എത്ര പേർന്ന് കഴിച്ചൊക്കെ
എന്റെ മുരിഞ്ഞു പോയി തോന്നല്ലേ. അത് അമ്മമ്മ എടുത്തോട്ടെ, വേറെ തന്നെ ദോശ ഉമ്മ.